ബിഗ് ഡീമനെ രക്ഷിക്കാൻ പോയ ലൗലോ ട്രാപ്പിലാവുന്നത് വരെയായിരുന്നു നമ്മൾ കണ്ടത്. ലൗലോയെ അന്വേഷിച്ച് നടക്കുകയായിരുന്ന ഷാവോ ഇത് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവളുടെ പവറൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ. അത് കാരണം അവൾക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സൈനികരെ വളരെ നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെ അടിച്ചിട്ട ശേഷം അവൾ ലൗലോയെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴേക്കും വേറെ കുറേ ആളുകൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. അവരെ എല്ലാവരെയും കൂടി അവൾക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അവർ കുടുങ്ങും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഹോങ്ങെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ ലൗലോ സന്തോഷത്തോടെ ഡീമൺ കിങ് വന്നു, ഇനി നിങ്ങളാരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നു. അവൻ്റെ പവർ നഷ്ടമായതൊന്നും ലൗലോയ്ക്ക് അറിയില്ലല്ലോ. ഹോങ്ങയും എന്തായാലും സിറ്റുവേഷനൊത്ത് നിന്ന് ചെറിയ എന്തൊക്കെയോ ട്രിക്ക് പ്രയോഗിച്ചിട്ട് കുറച്ച് ഫയറൊക്കെ വരുത്തി അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് അവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. അവൻ്റെ പവർ തിരികെ കിട്ടിയെന്നാണ് ഷാവോ ആദ്യം കരുതിയത്. പിന്നീടാണ് എന്തോ സൂത്രപ്പണിയാണ് അവൻ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും ഹോങ്ങെ അവളെയും പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങുന്നു. ലൗലോയും പിന്നാലെ ചെല്ലുന്നുണ്ട്. ആദ്യം ഈ സൈനികരൊക്കെ ഇവൻ്റെ ഈ വരവും ട്രിക്കും ഒക്കെ കണ്ടിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്തോ ഓയിലാണ് ഈ ഫയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതോടെ അവർ അവരെ പിടിക്കാനായി ഓടുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവർ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ഒളിച്ച് രക്ഷപ്പെടുന്നുണ്ട്. പിന്നീടാണ് ലൗലോയോട് ചോദിച്ച് അവർ ഡീമൺ വാലിയിലെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവർ പോയ ശേഷം പെട്ടെന്നൊരു ദിവസം ഹേവു വുഹാനെയും കൂട്ടി വന്ന് ഡീമൺ വാലി അറ്റാക്ക് ചെയ്തു. ഷാമുവിനും ഷാമിങ്ങിനും ആ ആക്രമണത്തിൽ നന്നായി പരിക്കേറ്റു. അന്ന് അവർ അവിടെ വിട്ട് പോയതാണ്. ഇപ്പോൾ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഹേവു പുതിയ ഡീമൺ കിങ് ആയിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ട് ഭരണം തുടങ്ങി. ഡീമൺ വാലിയുടെ പ്രൊട്ടക്ഷനായിട്ടുണ്ടായിരുന്ന ബാരിയർ അവൻ നശിപ്പിച്ച് കളയുകയും ചെയ്തു. അതോടെ ഫെയ്യു ഗാർഡ്സിന് അവിടേക്ക് വരുന്നതിന് പിന്നെ ഒരു തടസ്സവുമില്ലാത്ത സ്ഥിതിയായി. ഇപ്പോൾ അവൻ ഫെയ്യു ഗാർഡ്സുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കിയതനുസരിച്ച് എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഡീമൻസിൻ്റെ ഇടയിൽ നിന്ന് നറുക്കെടുത്ത് ഒരാളെ ഫെയ്യു ഗാർഡ്സിനൊപ്പം രാജാവിൻ്റെ അടുത്തേക്ക് അയക്കും. അവർ രാജാവിൻ്റെ ആയുസ് നീട്ടി കൊടുക്കാനുള്ള മരുന്നായി മാറുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ആർക്കാണ് നറുക്ക് വീഴാൻ പോകുന്നതെന്നറിയാതെ പേടിച്ചാണ് അവിടെ എല്ലാവരും ജീവിക്കുന്നത്. ഞാൻ പേടിച്ച് ഓടിപ്പോകുന്നതാണ് എന്നൊക്കെ ലൗലോ അവരോട് പറയുന്നുണ്ട്. ഹോങ്ങയെ തിരിച്ചെത്തിയതുകൊണ്ട് ഇനി എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആകും എന്നാണ് അവൻ്റെ പ്രതീക്ഷ. ഹോങ്ങയുടെ പവർ നഷ്ടപ്പെട്ട കാര്യം അവനിപ്പോൾ അറിയുകയില്ല. അവർ തൽക്കാലം അവനോട് അതിനെപ്പറ്റി പറയുന്നതുമില്ല. തിരികെ ഡീമൺ വാലിയിലേക്ക് പോകുന്നതിന് മുമ്പ് എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വൈൻ കഴിക്കാമെന്ന് ഹോങ്ങയെ ഈ സമയത്ത് നിർദ്ദേശിക്കുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി കുറേ അധികം വൈൻ കഴിക്കുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല ഫോമിലാവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ ഷാവോ ഉണരുന്നതിന് മുമ്പ് ഹോങ്ങെ അവളെ സത്രത്തിൽ കൊണ്ട് കിടത്തിയിട്ട് തനിച്ച് ഡീമൺ വാലിയിലേക്ക് പുറപ്പെടുന്നു. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചിന്തയാണ് അവളെ ഇങ്ങനെ അവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. പുറത്ത് നിൽപ്പുണ്ടായിരുന്ന ലൗലോ വിചാരിച്ചത് അവൻ പറന്നായിരിക്കും പോകുന്നതെന്നാണ്. അങ്ങനെ അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. പക്ഷെ നടന്നാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ നടന്നെത്താൻ ഒരുപാട് സമയമെടുക്കുമല്ലോ എന്നൊക്കെ അവൻ പരാതി പറയുന്നുണ്ട്. വഴിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് നടന്ന് തന്നെ പോകാൻ പറ്റുള്ളൂ എന്നാണ് ഹോങ്ങെ പറഞ്ഞത്. ഷാവോ കൂടെ വരാത്തത് എന്താണെന്ന് ലൗലോ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനവൻ മറുപടിയൊന്നും പറയുന്നില്ല. അങ്ങനെ അവർ 2 പേരും കൂടി പുറപ്പെടുന്നു. ബിങ്ഷു കുറേ സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തത് കാരണം പിയാൻ അവനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കാവൽക്കാരുടെ സംസാരത്തിൽ നിന്ന് അവന് സംഭവിച്ചതിനെ പറ്റിയൊക്കെ അവൾ അറിയുന്നു. അടുത്ത ദിവസം അവൻ്റെ വധശിക്ഷ നടപ്പാക്കും എന്ന് കേട്ടപ്പോൾ ടാനറുടെ സഹായത്തോടെ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാനായിട്ടൊരു ശ്രമം നടത്താൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. ബിങ്ഷുവിനെ തടവറയിൽ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ തെറ്റുകളാണ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ അസിസ്റ്റൻ്റ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് അവൻ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവനെ കൊണ്ട് സൈൻ ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നു. പക്ഷെ താനിങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ബിങ്ഷു എതിർക്കുന്നുണ്ട്. അവൻ സ്വമേധയാ സൈൻ ചെയ്യാൻ തയ്യാറാവാത്തതുകൊണ്ട് അവൻ്റെ ആ ഒരു വിരൽ മുറിച്ചിട്ട് അതുപയോഗിച്ച് താൻ തന്നെ സൈൻ ചെയ്തോളാമെന്ന് അസിസ്റ്റൻ്റ് പറയുന്നു. എന്നിട്ട് വിരൽ മുറിക്കാനായിട്ട് ഓർഡർ നൽകുകയും ചെയ്യുന്നു. അവർ അതിനായി തയ്യാറെടുക്കുന്ന സമയത്താണ് പിയാൻ അങ്ങോട്ടേക്ക് ആക്രമണത്തിനായി എത്തിയത്. പുറത്തെ ബഹളം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു. പിയാൻ ബാക്കിയുള്ള ആളുകളോട് ഫൈറ്റ് ചെയ്ത് ബിങ്ഷുവിന് ഇട്ടിരിക്കുന്ന മുറിയുടെ പുറത്ത് വരെ എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ അസിസ്റ്റൻ്റ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. അവൾ ഒരു ഡീമനായിരിക്കും എന്ന് കരുതി ഡീമൻസിനെ തളയ്ക്കുന്ന ഫോർമേഷൻ എല്ലാവരും കൂടി അവളുടെ നേരെ പ്രയോഗിക്കുന്നുണ്ട്. അത് വർക്കൗട്ട് ആവാത്തത് കാരണം അവൾ വെറും ഒരു മനുഷ്യരാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതോടെ അവളെ കൊന്നുകളയാൻ അസിസ്റ്റൻ്റ് ഓർഡർ നൽകുന്നുണ്ട്. പക്ഷെ പിയാൻ അവരുമായിട്ട് നല്ല കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം അവൾക്ക് ഒരു ചെറിയ മുറിവേൽക്കുന്നു. ഇനി അവൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും എത്തുന്നുണ്ട്. ടാനറെ ആ സമയത്ത് അവൾ സഹായത്തിന് വിളിക്കുന്നു. പക്ഷെ ടാനർ അവൾ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. ബിങ്ഷു അവിടെ കിടന്നുകൊണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടാനറോട് പിയാനെ ഹെൽപ്പ് ചെയ്യാൻ അവൻ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ടാനർ തനിയെ പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആ കാവൽക്കാരുടെയൊക്കെ വാളുകൾ അറുത്തിടുന്നു. പക്ഷേ അവരൊന്നും ഡീമൻസ് അല്ലാത്തതുകൊണ്ട് അവരെയൊന്നും കൊല്ലാൻ ടാനർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ പിയാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകാൻ ബിങ്ഷു ടാനർക്ക് ഓർഡർ നൽകുന്നു. അങ്ങനെ ടാനർ അവളെയും കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. രക്ഷപ്പെട്ടു പോയ അവളെ പിടിക്കാനായിട്ട് അസിസ്റ്റൻ്റ് പല ഭാഗങ്ങളിലേക്കും ആളയക്കുന്നുണ്ട്. ഇങ്ങനെ കാവൽക്കാർ തലങ്ങും വിലക്കും നടക്കുന്നത് കാരണം ബിങ്ഷുവിന്
എങ്ങനെ രക്ഷിക്കണമെന്നറിയാതെ പിയാൻ വിഷമിക്കുന്ന സമയത്താണ് ഡ്രീം ദേവതയുടെ ക്രിസ്റ്റൽ ഹേർട്ടിനെ പറ്റി അവൾക്ക് ഓർമ്മ വരുന്നത്. അതിൻ്റെ സഹായത്തോടെ അവൾ രാജാവിൻ്റെ സ്വപ്നത്തിനുള്ളിൽ കടക്കുന്നു. ജൂലി സ്പ്രിംഗ് വാട്ടറാണ് താൻ കുടിച്ചത് എന്നാണല്ലോ രാജാവ് ഇപ്പോൾ കരുതിയിരിക്കുന്നത്. അത് തെറ്റാണ് എന്ന് അവൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ശരിക്കും ജൂലി സ്പ്രിംഗ് വാട്ടർ കണ്ടെത്തണമെന്ന് രാജാവിന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്നത് ബിങ്ഷുവിന് മാത്രമാണ് എന്നും അവൾ വിശ്വസിപ്പിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ നിന്നുണർന്ന രാജാവ് ബിങ്ഷുവിനെ സ്വതന്ത്രനാക്കാൻ ഓർഡർ നൽകുന്നു. അസിസ്റ്റന്റ് ഈ സമയം വധശിക്ഷയ്ക്കുള്ള സമയം ആയിട്ടില്ലെങ്കിൽ പോലും ബിങ്ഷുവിനെ വകവരുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവൻ ശ്വാസമുട്ടി മരിച്ചതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വിഷമുള്ള പേപ്പറുകൾ നനച്ച് മുഖത്തേക്ക് ഇടുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ബിങ്ഷുവിൻ്റെ അനക്കം നിൽക്കുന്നു. ആ സമയത്താണ് ബിങ്ഷുവിനെ സ്വതന്ത്രനാക്കിക്കൊണ്ടുള്ള രാജകൽപ്പന വന്നത്. അതുകൊണ്ട് മാത്രം ബിങ്ഷുവിന് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ അവൻ്റെ കാര്യം ഒരു തീരുമാനമായേനെ. ബിങ്ഷുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും പിയാൻ ആ ഹേർട്ട് ഉപയോഗിച്ചതോടെ ഒരു സ്പിരിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവളും ഡ്രീം ദേവതയെ പോലെ ആയിരിക്കുകയാണ്. നാളെ ഒരിക്കൽ ടാനർ തന്നെ തൻ്റെ ജീവൻ എടുത്തേക്കും എന്ന് അവൾക്ക് തന്നെ ഇപ്പോഴറിയാം. പക്ഷേ അതോർത്ത് ദുഃഖിച്ചിരിക്കാൻ അവൾ തയ്യാറാവുന്നില്ല. വരുന്നത് പോലെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാമെന്നാണ് അവളുടെ തീരുമാനം. ഹോങ്ങയും ലവ്ലോയും കൂടി കാട്ടിലൂടെ പോകുന്ന സമയത്ത് ലവ്ലോ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാപ്പിലാകപ്പെടുന്നുണ്ട്. അത് സെറ്റ് ചെയ്തവർ അവിടേക്ക് എത്തുകയും ചെയ്യുന്നു. ഹോങ്ങയെ അവരുടെ ലീഡറെ മാത്രം തിരിഞ്ഞു പിടിച്ച് അയാളെ അത്യാവശ്യം നന്നായി പെരുമാറുന്നു. അവസാനം പേടിച്ച് അവർ ലവ്ലോയെ സ്വതന്ത്രമാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഷാവോ അങ്ങോട്ടേക്ക് എത്തിയത്. അവർ തന്നെ ഒഴിവാക്കി പോവുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ ഹോങ്ങയോട് പിണങ്ങുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു. അവളുടെ സേഫ്റ്റിയെക്കുറിച്ച് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞ് അവൻ സോറി പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ അവളെ തനിച്ചാക്കിയെങ്കിലും പോവില്ല, ഒരുമിച്ച് ആയിരിക്കും മുന്നോട്ട് പോവുക എന്നും അവൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ശവപ്പിണക്കമൊക്കെ അവസാനിപ്പിക്കുന്നു. എന്നിട്ട് അവർ ഒരുമിച്ച് യാത്ര തുടരുന്നുണ്ട്. ബിങ്ഷുവിനെ സ്വതന്ത്രനാക്കിയ ശേഷം രാജാവിന് മുന്നിൽ എത്തിക്കുന്നു. അവൻ കരുതിയത് വീണ്ടും എന്തോ ശിക്ഷ നൽകാനാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ്. പക്ഷെ രാജാവ് അവനെ കുറെ പുകഴ്ത്തി പറയുന്നു. പിന്നെ ഇപ്പോൾ അവൻ്റെ മേൽ നടത്തിയത് ഒരു ടെസ്റ്റായിരുന്നു, അവൻ അതിൽ വിജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവന് പ്രമോഷൻ നൽകുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവന് കുറെ കൂടി ഉയർന്ന ഒരു റാങ്ക് നൽകുകയും കുറേ സ്ഥലവും സ്വർണവും അതേപോലെ മറ്റ് സമ്മാനങ്ങളും ഒക്കെ അവന് നൽകുകയും ചെയ്യുന്നു. രാജാവ് ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഡ്രീം ദേവതയ്ക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ബിങ്ഷു, അവന് മാത്രമേ യൂലി സ്പ്രിംഗ് കണ്ടെത്താൻ കഴിയൂ എന്നൊക്കെയാണ്. ആ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മരിച്ചുപോയ ഡ്രീം ദേവത എങ്ങനെയാണ് രാജാവിൻ്റെ സ്വപ്നത്തിൽ വീണ്ടും വന്നതെന്ന് ബിങ്ഷുവിന് മനസ്സിലാവുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ചിത്രത്തിലെ ദേവതയെ പറ്റിയല്ല രാജാവ് പറയുന്നത്, മറ്റാരുടെയോ കാര്യമാണ് പറയുന്നതെന്ന് കുറച്ച് നേരത്തെ സംസാരത്തിൽ നിന്ന് അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ രാജാവ് ഉദ്ദേശിക്കുന്നത് പിയാനെ കുറിച്ചാണ് എന്ന് അവനിപ്പോൾ മനസ്സിലാവുന്നില്ല. അവൻ രാജാവിൻ്റെ അടുത്ത് നിന്ന് പുറത്തെത്തിയപ്പോൾ അസിസ്റ്റൻറ്റും ബാക്കി ഫെയ്യു ഗാർഡ്സും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി അവനോട് സോറി പറയുന്നുണ്ട്. രാജാവിൻ്റെ ഓർഡർ അനുസരിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത്, എല്ലാവർക്കും ഒരു കുടുംബം ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അസിസ്റ്റൻറ്റ് അവൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബിങ്ഷു ഇതിനൊന്നും മറുപടി പറയാതെ തനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എങ്കിൽ പിന്നെ പണിഷ്മെൻ്റായിട്ട് തൻ്റെ കൈ മുറിച്ച് കളയാമെന്ന് പറഞ്ഞ് അസിസ്റ്റൻറ്റ് അതിനൊരുങ്ങുന്നു. ബിങ്ഷു പെട്ടെന്ന് ആ വാളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അയാളെ തടയുന്നുണ്ട്. അവൻ ക്ഷമിച്ചതോടെ അസിസ്റ്റൻറ്റിന് സന്തോഷമാവുന്നു. ഹേവുമായി അവർ ഡീലുണ്ടാക്കിയത് എങ്ങനെയാണ് എന്ന് ബിങ്ഷു ചോദിച്ചറിയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും തരം താണതിന് ബിങ്ഷു അവരെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ അസിസ്റ്റൻറ്റ് എന്തുകൊണ്ടാണ് താനിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ഡീമൻസും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതാവും. അതിനേക്കാൾ നല്ലത് ഇപ്പോഴത്തെ അറേഞ്ച്മെൻ്റാണ്. അതാവുമ്പോൾ വല്ലപ്പോഴും 1-2 മൈനർ ഡീമൻസിനെ ഹേവ് തന്നെ അവർക്ക് വിട്ടുകൊടുക്കും. അവർക്കും ദോഷമില്ല, ഇവരാണെങ്കിൽ ഡീമൻസിനെ പിടിക്കുന്നുണ്ട് എന്നുള്ള ക്രെഡിറ്റ് കിട്ടുകയും ചെയ്യും. ബിങ്ഷു മുമ്പ് ലീഡറായി ചാർജ് എടുത്ത ശേഷം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ ഫെയ്യുഗേഴ്സ് എല്ലാവരും കൂടി ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുകയായിരുന്നല്ലോ. എന്നാൽ അതിന് തക്കവണ്ണം പ്രതിഫലമൊന്നും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. തങ്ങളുടെ കൂടെയുള്ള കുറേ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കുടുംബത്തെ ആരാണ് നോക്കുന്നത്? അതേപോലെ ഈ ഡീമൻസുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ ചിലപ്പോൾ പുനർജന്മം പോലും ഇല്ലാത്ത വിധത്തിലുള്ള മരണമായിരിക്കും പലർക്കും സംഭവിക്കുക. അതിനൊക്കെ ആരാണ് ഉത്തരവാദിത്തം പറയുക എന്നൊക്കെ അസിസ്റ്റൻ്റ് അവനോട് ചോദിക്കുന്നുണ്ട്. തൻ്റെ ഭാഗത്തും കുഴപ്പങ്ങളുണ്ടായിരുന്നുവെന്ന് ഈ സമയത്തിന് ബിങ്ഷുവിന് തോന്നിപ്പോകുന്നുണ്ട്. വെള്ളത്തിലൂടെയുള്ള യാത്രയാണ് എളുപ്പം എന്ന് ഹോങ്ങയും ഷാവോയും ഒക്കെ ഇതിനകം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവർ ബോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാലിയെ പറ്റി ഈ സമയത്താണ് ലവ്ലോ ചോദിക്കുന്നത്. ദാലിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവൻ ഇതിനകം തന്നെ ഊഹിച്ചിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ അവൻ പറയുന്നുണ്ട്. ദാലി ഒരു പൂവായി മാറി ഇനി കൾട്ടിവേഷൻ ചെയ്ത് വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് എത്തും. അങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടാൻ സാധിക്കും. ഇപ്പോൾ അവൾ കൾട്ടിവേഷന് വേണ്ടി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് എന്നൊക്കെയാണ് അവർ രണ്ടുപേരും കൂടി അവനോട് പറഞ്ഞത്. ലവ്ലോയ്ക്ക് അതിൽ നല്ല വിഷമമുണ്ടെങ്കിലും അവൾ തിരിച്ചു വരും എന്ന് കരുതി അവൻ ആശ്വസിക്കുന്നു. ബിങ്ഷു കുറേ കാവൽക്കാർക്കൊപ്പം പോകുന്ന സമയത്താണ് അടുത്ത എവിടെയോ ടാനറുണ്ട് എന്ന് അവന് സൂചന കിട്ടുന്നത്. അതോടെ അവൻ പെട്ടെന്ന് ഒരു ക്ഷീണമൊക്കെ അഭിനയിച്ച് അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നു. എന്നിട്ട് തനിച്ചായപ്പോൾ അവിടെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ
കൂടിയായിരുന്ന പിയാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ടാനറും അവളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവളെ അവൻ മനസ്സിലാക്കാൻ സാധിച്ചത്. അല്പസമയത്തിനുള്ളിൽ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവൾക്ക് സ്പിരിറ്റ് ആവേണ്ടി വന്നുവെന്ന് അവന് മനസ്സിലാവുന്നു. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് കൂടെ പറഞ്ഞിട്ട് അവസാനം അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റിയില്ല. തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൾക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടിയും വന്നല്ലോ എന്നോർത്ത് അവൻ ആകെ വിഷമത്തിലാവുന്നുണ്ട്. അവൻ അങ്ങനെ കുറ്റബോധത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ പിയാന് പെട്ടെന്ന് വല്ലാത്ത ഹൃദയവേദന അനുഭവപ്പെടുന്നു. അവൾ കരുതിയിരുന്നത് തൻ്റെ ഹൃദയം മാറി ക്രിസ്റ്റൽ ഹൃദയമായതുകൊണ്ട് ഇനി ഒരിക്കലും തനിക്ക് ഫീലിങ്സ് ഒന്നും അറിയാൻ സാധിക്കില്ല എന്നാണ്. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് വേദന അനുഭവപ്പെടുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ ഹൃദയം മാറിയെങ്കിലും അവൾ ആദ്യം മുതലേ വളരെ നല്ലവളായതുകൊണ്ട് അവളുടെ ആ സ്വഭാവം ഒരിക്കലും മാറാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവൾ ഒരിക്കലും തെറ്റായ വഴിയിലായി പോവില്ല. ഡീമൺസിൻ്റെ കൂട്ടത്തിലും നല്ലവരും ചീത്തയും ഒക്കെ ഉണ്ട്. അവൾ ഉറപ്പായും നല്ല രീതിയിൽ തന്നെ തുടരും എന്നൊക്കെ അവളെ സമാധാനിപ്പിക്കാനായിട്ട് ബിങ്ഷു പറയുന്നു. പക്ഷെ പിയാന് അതിലൊന്നും അത്ര വിശ്വാസം വരുന്നില്ല. നാളെ ഒരിക്കൽ തൻ്റെ മനസ്സ് മാറി താൻ മോശപ്പെട്ട വഴിയിലേക്ക് പോവുകയാണെങ്കിൽ അവൻ തന്നെ ടാനർ ഉപയോഗിച്ച് തന്നെ കൊല്ലണം എന്ന് അവൾ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിങ്ഷു അതിന് മറുപടിയൊന്നും പറയാൻ നിന്നപ്പോൾ ഉറപ്പായും അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവൻ തന്നെ അത് ചെയ്യുമെന്ന് വാക്ക് തരാൻ അവൾ 3-4 തവണ പറയുന്നു. അവസാനം ബിങ്ഷുവിന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. ഹോങ്ങയും ഷാവോയും ഒക്കെ ഈ സമയം ഡീമൺ വാലിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഹോങ്ങയോട് അകത്തേക്ക് കയറാതെ അവിടെ എവിടെയെങ്കിലും നിൽക്കാൻ ഷാവോ പറയുന്നുണ്ട്. അകത്ത് പോയി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് താൻ ചെക്ക് ചെയ്തിട്ട് വരാമെന്നാണ് അവൾ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവൻ അത് സമ്മതിക്കുന്നില്ല. അവളെ തനിച്ചു വിടാൻ തയ്യാറാവാതെ ഒരുമിച്ച് പോകാമെന്നാണ് അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഈ സമയത്ത് അവിടെ എന്തോ ഒരു ബഹളം കേൾക്കുന്നു. അപ്പോഴാണ് ഇന്ന് 1-ാം തീയതിയാണ് ഡീമൺസിനെ പിടിക്കാനായിട്ട് ഫെയ്യു ഗാർഡ്സ് എത്തുന്ന ദിവസമാണ് എന്നുള്ള കാര്യം ലൗലോ പറയുന്നത്. അന്ന് ഫെയ്യു ഗാർഡ്സിനൊപ്പം പോകാനായിട്ട് നറുക്ക് വീണത് ബാംബുവിനായിരുന്നു. അവൻ അതിന് തയ്യാറാവാതെ രക്ഷപ്പെട്ട് ഓടുന്നതിൻ്റെ ബഹളമാണ് ഈ കേട്ടുകൊണ്ടിരുന്നത്. അവനെ പിടിക്കാനായിട്ട് വുഹാൻ അവൻ്റെ പിന്നാലെ ചെല്ലുകയാണ്. ബാംബുവായിട്ട് മാറിയൊക്കെ അവൻ ബാംബു കാടിനുള്ളിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും വുഹാൻ അവനെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ബാംബുവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ഹോങ്ങയും ഷാവോയും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഹോങ്ങയെ ജീവനോടെ കണ്ടപ്പോൾ വുഹാൻ ആകെ പേടിച്ചു പോകുന്നു. എൻ്റെ പവർ നഷ്ടപ്പെട്ടത് അവനറിയില്ലല്ലോ. ബാംബു വേഗം എഴുന്നേറ്റ് ഹോങ്ങയുടെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. ഹോങ്ങയെ വുഹാൻ്റെ പേടി ശരിക്കും മുതലെടുക്കുന്നു. ആക്ഷനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അവൻ കട്ടയ്ക്ക് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഞാൻ ജീവനോടെ തിരിച്ചു വരില്ലെന്നാണ് നിങ്ങളൊക്കെ കരുതിയത്. ഡ്രീം ദേവതയുടെ പോയിസം കൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിനക്കൊക്കെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഡീമൺ വാലി വിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതാണ് നല്ലത് എന്ന് ഹേവുവിനോട് പോയി പറയാൻ പറഞ്ഞിട്ട് അവൻ തൽക്കാലം വുഹാനെ വിട്ടയക്കുന്നു. വുഹാൻ പേടിച്ച് തിരിഞ്ഞോടുന്ന കൂട്ടത്തിലാണ് ഫെയ്യു ഗാർഡ്സ് അവനെതിരായിട്ട് വന്നത്. അവരെ കണ്ടതോടെ വുഹാന് ധൈര്യമാവുന്നു. കൂടുതൽ ഡീമൺസ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് വുഹാൻ അവരെ ഹോങ്ങയൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. മൈനർ ഡീമൺസ് ആണ് എന്ന് പറഞ്ഞാണ് അവൻ കൊണ്ടുപോയത്. പക്ഷെ അക്കൂട്ടത്തിൽ ഹോങ്ങയെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന 1-2 പേരുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് അവർ ശരിക്കും പേടിക്കുന്നുണ്ട്. അവരുടെ ആ പേര് മുതലെടുത്തുകൊണ്ട് ഞാൻ 3 വരെ എണ്ണം, അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാത്തവരെ പിന്നെ ജീവനോടെ പോകാൻ പറ്റില്ല എന്നൊക്കെ ഹോങ്ങയെ പറയുന്നുണ്ട്. അതും കൂടി ആയപ്പോൾ അവൻ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ പകുതി പേരും പോകുന്നു. 2-ാം എണ്ണിയപ്പോഴേക്കും ബാക്കിയുണ്ടായിരുന്നവരും കൂടി ഓടിപ്പോകുന്നുണ്ട്. അതോടെ വുഹാനും അവർക്ക് പിന്നാലെ പോകുന്നു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയപ്പോൾ ബാംബുവും ലൗലോയും കൂടി വലിയ ഗമയിൽ അവർക്ക് പിന്നാലെ അവരെ ആക്രമിക്കാനെന്ന രീതിയിൽ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഷാവോ അവരെയും പിടിച്ചുകൊണ്ട് വേഗം മറുവശത്തേക്ക് ഓടി രക്ഷപ്പെടാൻ പറയുന്നു. എന്തിനാണ് ഓടി രക്ഷപ്പെടേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഷാവോ ഒരു വിധത്തിൽ അവരെയും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവരോട് പോയിക്കോളാൻ പറഞ്ഞിട്ട് ഹോങ്ങയെ ബാക്കിയുള്ളവരെ തനിച്ച് നേരിടാൻ പോകാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ഷാവോ അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയത്ത് ഹോങ്ങയുടെ ശക്തി നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള കാര്യത്തിൽ ഫെയ്യു ഗാർഡ്സിനും വുഹാനും ഒക്കെ സംശയം തോന്നുന്നുണ്ട്. അല്ലായിരുന്നെങ്കിൽ അവനിപ്പോൾ അവർക്ക് പിന്നാലെ പോകേണ്ടതായിരുന്നു. അവരെങ്ങനെ വിട്ടയക്കുകയും ഇല്ലായിരുന്നു. മിക്കവാറും ഡ്രീം ദേവതയുമായിട്ടുള്ള ഫൈറ്റിൽ അവൻ്റെ ശക്തി നഷ്ടപ്പെട്ട് കാണും. എന്തായാലും ഒന്ന് കണ്ടറിയണമെന്ന് പറഞ്ഞ് അവർ വീണ്ടും അവനെ അന്വേഷിച്ച് പോകുന്നുണ്ട്.